Hi friends, welcome to Pratap Tech. We will talk about the Realme X phone. Already phone launch this phone is setup the price this price is a phone video. Realme X phone launch the specification design 6.53 inch Full HD plus Super AMOLED display. അപ്പോൾ നല്ലൊരു AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആ ഡിസ്പ്ലേയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ പോപ്പപ്പ് നോച്ചും കാര്യങ്ങളൊന്നുമില്ല, പോപ്പപ്പ് ക്യാമറ സെറ്റപ്പ് ആണ്. അപ്പോൾ ഒരു 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് ഒന്നുമല്ല. പക്ഷേ ഫ്രണ്ട് സൈഡ് നമുക്ക് ഡിസ്പ്ലേയിൽ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. റിയർ സൈഡ് ജസ്റ്റ് പ്ലാസ്റ്റിക് ആണ്. അവിടെ ഡുവൽ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാം. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, ഒപ്പം ഒരു ഡെപ്ത് സെൻസറും. ഫ്രണ്ടിലുള്ളത് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. സോണി IMX 471 എന്ന് പറയുന്ന ഒരു സെൻസറാണ്. റിയർ സൈഡിൽ 48 മെഗാ പിക്സൽ സോണി IMX 586 ആണ്. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ സെറ്റപ്പ് അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ നമുക്ക് കാണാം. ആ ക്യാമറ സെറ്റപ്പിൽ നമുക്ക് 4Kയും EISും സ്ലോ മോഷൻ എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. നൈറ്റ് മോഡുണ്ട്. ക്യാമറ ടു API സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ട്, നല്ലൊരു ഡിസൈനും ഈ ഫോണിനുണ്ട്. ഇതിൻ്റെ ഡെപ്ത് സെൻസർ 5 മെഗാ പിക്സലാണ്, ഞാനത് പറഞ്ഞില്ല. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 710 തന്നെയാണ് ഇന്ത്യൻ വെർഷനിലും ഉള്ളത്. അതിൽ കാര്യമായി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്തൊക്കെയോ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പ്രൊസറിൽ കാര്യമായ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ചും റെഡ്മി K20 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷന് വേണ്ടി ഒരു നല്ല പ്രൊസർ വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യൻ വേരിയൻറ്റ് വരിക എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. 710 തന്നെയാണ് പ്രൊസർ. അത് തീർച്ചയായിട്ടും മികച്ചൊരു പ്രൊസറാണ്, മോശമൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന Realme 3 Proയിൽ നമ്മൾ കണ്ട അതേ പ്രൊസറാണ്. അപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം സ്പീഡിന് വേണ്ടി UFS 2.1 എന്ന് പറയുന്ന നല്ലൊരു സ്പീഡുള്ള സ്റ്റോറേജും കാര്യങ്ങളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നില്ല. അതായത് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വരുന്നില്ല. 2 സിം ഇടാനേ ഉള്ളൂ, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ റാം 4GB 8GB അങ്ങനെ 2 റാം വേരിയൻ്റ് ഉണ്ട്. രണ്ടിനും 128 GB സ്റ്റോറേജ് കൊടുക്കും. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതൊരു വലിയ ഇഷ്യൂ അല്ല, കാരണം 128 GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഈ SD കാർഡ് ഇടാൻ പറ്റില്ലെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടലായിട്ട് ഈ ഫോണിനാണ്. ബാറ്ററി 3765 mAh ആണ്. അതിൻ്റെ ഒപ്പം തന്നെ 20 വാട്ട് ബുക്ക് ചാർജിങ് 3 ആ പറയുന്ന 20 വാട്ട് ചാർജറും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളുണ്ട്. Type C പോർട്ട് വരുന്നുണ്ട്. ഒപ്പം ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. അപ്പോൾ യാതൊരു ഇഷ്യൂസും നമുക്ക് ഡിസൈനിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഫോണിൻ്റെ കാര്യത്തിലോ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡിസൈൻ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ബാറ്ററി ആയാലും ഒക്കെ ഓക്കെയാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3765 mAh ഉള്ളൂ, അത് 4000 mAh വരുന്നില്ല. പക്ഷേ എങ്കിലും 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഓക്കെ എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഫോണാണ് Realme X. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഈ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഡിസൈൻ നമുക്ക് കണ്ടു. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റപ്പാണ്. Gorilla Glass AMOLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പെർഫോമൻസും ക്യാമറയും ബാറ്ററി ഇത്തിരി കുറവാണെങ്കിലും ഓക്കെയാണ്. മൊത്തത്തിൽ ഈ ഒരു ഫോൺ 17,000 രൂപയ്ക്ക് ഓക്കെയാണ്, നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് 16,999 രൂപയാണ്. 4GB റാം 128GB സ്റ്റോറേജിന്. അതേപോലെ വേറൊരു വേരിയൻ്റ് ഉണ്ട് 8GB റാം 128GB സ്റ്റോറേജ്, അതിന് 20,000 രൂപ, 19,999 എന്ന് പറയുന്ന ഒരു പ്രൈസാണ്. ഈ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സെയിൽ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസിങ് ഈ റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ 17,000 രൂപയ്ക്ക് ഈ പറഞ്ഞ ഫീച്ചറുകളെല്ലാം നമുക്ക് AMOLED ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും കിട്ടുക എന്ന് പറയുമ്പോൾ മോശമൊന്നും പറയാനില്ല. നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരൊറ്റ നെഗറ്റീവ് പോയിന്റ് എടുത്ത് പറയത്തക്ക ഒരു സീരിയസ് ആയ ഒരു നെഗറ്റീവ് പോയിന്റായിട്ട് എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് 17,000 രൂപയുടെ വേരിയൻറ്റിൽ 128GB സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളതൊരു നല്ല പോയിന്റാണ്. പക്ഷേ നമുക്ക് 17,000 രൂപയ്ക്ക് 4GB റാമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് പോയിന്റായിട്ട് തോന്നിയത്. അപ്പോൾ 4GB പോരാന്നുള്ളവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് 8GB റാമാണ്, അത് 20,000 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്പെസിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ കുറിച്ച് ചിന്തിക്കാം. എന്തായാലും 17,000 രൂപയ്ക്ക് 4GB ഇത്തിരി കുറവായിട്ട് തോന്നി. വേറെ എല്ലാം കൊണ്ടും ഈ ഒരു ഫോൺ ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. ഇതിൻ്റെ സെയിൽ 23-ാം തീയതിയാണ്, ജൂലൈ 23 സെയിൽ തുടങ്ങും. പിന്നെ ഹെയ്റ്റ് ടു സെയിൽ എന്ന് പറയുന്ന വെയിറ്റ് എന്ന് പറയുന്ന ഒരു സെയിൽ നമുക്ക് ഓൾറെഡി അറിയാം. അത് 18-ാം തീയതിയാണ് നടക്കുന്നത്, വൈകിട്ട് 8 മണിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ നോക്കി മനസ്സിലാക്കി വെക്കുക, വേണമെന്നുള്ളവർക്ക് എടുക്കാം. പിന്നെ ഒരു കാര്യം ഈ പറയാനുള്ളത്, Redmi K20 എന്നൊരു ഫോൺ വരുന്നുണ്ട്. അത് 20,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരിക്കാൻ ചാൻസ്, കാരണം ചൈനയിൽ ആ പ്രൈസിലായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസിൽ തന്നെ വരികയാണെങ്കിലും അതിനകത്ത് ട്രിപ്പിൾ ക്യാമറയും അതേപോലെ തന്നെ Gorilla Glassൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നു, 4000 mAh ബാറ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കുറച്ച് ബെറ്റർ ആയിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. എന്തായാലും ഇതിലേക്ക് വരുമ്പോഴേ അതിന് കുറച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു ഫോൺ വരുന്നുണ്ടെന്നുള്ള കാര്യം
ഓർത്തുകൊണ്ട് ഈ ഒരു ഫോൺ ബുക്ക് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം. പക്ഷേ അതിനു മുമ്പ് റിവ്യൂസ് ഒക്കെ നോക്കി മനസ്സിലാക്കുക, പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, ക്യാമറയുടെ ഒക്കെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ റിവ്യൂസ് ഒക്കെ ഭാവിയിൽ വരും, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് അവിടെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിന്നും ജസ്റ്റ് ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഒരു പ്രൈസിൽ എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം.